അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മനുഷ്യൻ ഭൂമിയിൽ വാസം തുടങ്ങിയതു മുതൽ മനുഷ്യരൊക്കെയും ഏകനായ ദൈവത്തെ ആരാധിക്കുന്ന ഏകദൈവ വിശ്വാസികളായ ഒരൊറ്റ സമൂഹമായിട്ടാണ് ജീവിച്ചത്. അതായത് ബഹുദൈവ വിശ്വാസം എന്നത് പിന്നീട് ഉണ്ടായതാണ്. ഇക്കാര്യം നാം പഠിച്ചു കഴിഞ്ഞ സൂറത്തുൽ ബഖറയിലും ആലു ഇമ്രാനിലും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയ പാഠഭേദത്തോടുകൂടി ഇന്ന് പഠിക്കുന്ന 19-ാമത്തെ ആയത്തിലും അത് ആവർത്തിക്കുകയാണ്. ബഹുദൈവ വിശ്വാസത്തിന്റെ പൊള്ളത്തരവും ബുദ്ധിശൂന്യതയുമാണ് കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചത്. അതിനെ തുടർന്നുകൊണ്ടാണ് മനുഷ്യൻ കാലക്രമത്തിൽ ബഹുദൈവ വിശ്വാസത്തിലേക്ക് വഴുതിപ്പോയതാണെന്നും അടിസ്ഥാനപരമായി മനുഷ്യൻ ആദ്യകാലം തൊട്ടേ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരായ ഒറ്റ സമൂഹമായിരുന്നു എന്നും പറയുന്നത്. ബഹുദൈവ വിശ്വാസമായിരുന്നു ആദ്യമുണ്ടായിരുന്നതെന്നും പിന്നീട് ഏകദൈവ വിശ്വാസത്തിലേക്ക് മനുഷ്യൻ മാറിയതാണെന്നും മതവിശ്വാസത്തെ അംഗീകരിക്കാത്ത ചില ചരിത്രകാരന്മാർ നിഗമനത്തിലെത്തിയിരുന്നുവെങ്കിലും പിൽക്കാലത്ത് ചരിത്ര ഗവേഷണങ്ങളിലൂടെ ആദ്യകാല മനുഷ്യർ ഏകദൈവ വിശ്വാസികളായിരുന്നു എന്നതിനുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഖുർആൻ പറയുന്നത്. وَمَا كَانَ النَّاسُ إِلَّا أُمَّةً وَاحِدَةً فَاخْتَلَفُوا وَلَوْلَا كَلِمَةٌ سَبَقَتْ مِنْ رَبِّكَ لَقُضِيَ بَيْنَهُمْ فِيمَا فِيهِ يَخْتَلِفُونَ. തുടക്കത്തിൽ മനുഷ്യരൊക്കെയും ഒരൊറ്റ സമുദായമായിരുന്നു. പിന്നീടവർ ഭിന്നിച്ചു. നിന്റെ റബ്ബിൽ നിന്ന് നേരത്തെ തന്നെ ഒരു വചനം ഉണ്ടായിരുന്നില്ലെങ്കിൽ പരസ്പരം ഭിന്നിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർക്കിടയിൽ ഇപ്പോൾ തന്നെ വിധി കൽപ്പിക്കപ്പെട്ടേനെ. ഒമാഖാനന്നാസു ജനങ്ങൾ ആയിരുന്നില്ല. ഒമാഖാന ആയിരുന്നില്ല. ഖാന എന്നാൽ ആയിരുന്നു എന്നാണ്. അതിൻ്റെ കൂടെ ഇല്ല എന്നർത്ഥം വരുന്ന മാ ചേർന്നപ്പോഴാണ് ആയിരുന്നില്ല എന്നർത്ഥം വന്നത്. അന്നാസു ജനങ്ങൾ, മനുഷ്യർ, ഇല്ല ഉമ്മത്തൻ സമുദായമായിട്ടല്ലാതെ, വാഹിദത്തൻ ഒരൊറ്റ, ജനങ്ങൾ ഒറ്റ സമുദായമായിരുന്നു. ഒരു ദൈവം, ഒരു വിശ്വാസം, അങ്ങനെയുള്ള ഒരൊറ്റ സമൂഹമായിരുന്നു ജനങ്ങൾ ആദ്യകാലത്ത്. അതായത് എല്ലാവരും ഏകദൈവ വിശ്വാസികൾ. ഫഖ്തലഫു പിന്നെ അവർ ഭിന്നിച്ചു. ഇഖ്തലഫ എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചു. ഇഖ്തലഫു അവർ ഭിന്നിച്ചു. മനുഷ്യർ ഭിന്നിച്ചു. പിന്നീട് മനുഷ്യർ ഭിന്നിച്ചു. ഏകദൈവ വിശ്വാസമുള്ളവരിൽ നിന്ന് ചിലർ ബഹുദൈവ വിശ്വാസത്തിലേക്കും വിശ്വാസമില്ലായ്മയിലേക്കുമൊക്കെ മാറി ഭിന്ന സമൂഹങ്ങളായി മാറി. ഏകദേശം നോഹ് നബി അലൈഹി സ്വലാമയുടെ കാലത്തിന് മുമ്പ് വരെ ജനങ്ങൾ ഏകദൈവ വിശ്വാസികളായിരുന്നുവെന്നും പിന്നീട് അവർ ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോയതാണെന്നും കരുതപ്പെടുന്നു. ഇങ്ങനെ ആളുകൾ ബഹുദൈവ വിശ്വാസത്തിലേക്കും മറ്റ് അധാർമികതകളിലേക്കും പോയി ഭിന്നിച്ചപ്പോൾ അവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കാൻ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു. അവർ ഭിന്നിച്ച വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളും നൽകി. ഇവിടെ ജനങ്ങൾ ആദ്യം തൊട്ടേ ഏകദൈവ വിശ്വാസികളായിരുന്നു എന്ന് പറഞ്ഞതിലെ ജനങ്ങൾ കൊണ്ടുദ്ദേശിക്കുന്നത് അറബികളാണെന്ന ഒരു അഭിപ്രായവുമുണ്ട്. അതായത് അറബികൾ ആദ്യകാലം തൊട്ടേ ഏകദൈവ വിശ്വാസികളായ ഒറ്റ സമൂഹമായിരുന്നുവെന്നും പിന്നീട് അംർ ബിൻ ലുഹയ്യൽ ഖുസായി എന്ന മനുഷ്യൻ അവർക്കിടയിൽ വിഗ്രഹാരാധന പരിചയപ്പെടുത്തി ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ചതോടെയാണ് അവർ വിശ്വാസപരമായി ഭിന്നിച്ചതെന്നുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് അഭിപ്രായം. എന്നാൽ ആദ്യം പറഞ്ഞ ആദ്യ മനുഷ്യൻ, ആദം തൊട്ടേ മനുഷ്യൻ ഏകദൈവ വിശ്വാസികളായിരുന്നു. പിന്നീടാണ് അവർ ബഹുദൈവ വിശ്വാസികളായി മാറിയത് എന്ന അഭിപ്രായമാണ് കൂടുതൽ പ്രബലമായിട്ടുള്ളത്. വലൗല കലിമത്തുൻ സബഖത് മിർ റബ്ബിക നിന്റെ റബ്ബിൽ നിന്ന് നേരത്തെ ഒരു വചനം ഉണ്ടായിരുന്നില്ലെങ്കിൽ, വലൗല ഇല്ലായിരുന്നുവെങ്കിൽ, ലൗ എന്നാൽ എങ്കിൽ, അതിൻ്റെ കൂടെ ലാ എന്ന് വന്നപ്പോൾ ഇല്ല, രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ ലൗല ഇല്ലായിരുന്നുവെങ്കിൽ, കെലിമത്തുൻ ഒരു വചനം, സബക്കത്ത് മുൻകടന്നുപോയ, നേരത്തെ തന്നെ കഴിഞ്ഞുപോയ. സബക്ക എന്നാൽ മുൻകഴിഞ്ഞുപോയി, നേരത്തെ തന്നെ സംഭവിച്ചു എന്നാണ്. ആദ്യമേ അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ട്. കെലിമത്ത് വചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനം മുമ്പേ ഇല്ലായിരുന്നുവെങ്കിൽ, മിർ റബ്ബിക്ക നിന്റെ റബ്ബിൽ നിന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് കൊണ്ടാണ് നിന്റെ റബ്ബിൽ നിന്ന് എന്ന് പറയുന്നത്.
എന്താണ് അള്ളാഹുവിൻ്റെ കെലിമത്ത് നേരത്തെ കഴിഞ്ഞു പോയത്? അതിവിടെ പ്രത്യേകം പരാമർശിക്കുന്നില്ല. അതെന്താണ്? അത് ആളുകൾ ഇത്രകാലം ജീവിക്കുമെന്നും അന്തിമമായി അവരുടെ വിചാരണയും രക്ഷയും ശിക്ഷയുമൊക്കെ അന്ത്യനാളിലാണ് സംഭവിക്കുക എന്നുമൊക്കെ അള്ളാഹുവിങ്കൽ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതും പ്രഖ്യാപിക്കപ്പെട്ടതുമായ കാര്യമാണ് എന്നാണ്. അതുകൊണ്ടാണ് ഈ ബഹുദൈവാരാധകരെ, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ഭിന്നിച്ചു പോയവരെ ശിക്ഷിക്കാത്തത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വചനം അള്ളാഹുവിൻ്റെ തീരുമാനമായി ഉണ്ടായിരുന്നില്ലെങ്കിൽ ലഖുലിയ ബൈനഹും, അവർക്കിടയിൽ തീരുമാനം കൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു, വിധി നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു. ഖലാ എന്നാൽ വിധി എന്നാണ്. അതിൽ നിന്നാണ് ഖുലിയ, വിധി കൽപ്പിക്കപ്പെട്ടു, വിധി നടപ്പാക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. അതിനോട് ഉറപ്പിച്ചു പറയാൻ ഉപയോഗിക്കുന്ന ല ചേർത്തപ്പോൾ ലഖുലിയ, വിധി കൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു എന്ന അർത്ഥം വന്നു. ബൈനഹും, അവർക്കിടയിൽ, ഫീമാ ഫീഹി യഖ്തലിഫൂൻ, അവർ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ, ഫീമാ ഫീഹി, ഏതൊരു കാര്യത്തിലാണോ അതിൽ, യഖ്തലിഫൂൻ, അവർ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നത്. ഇഖ്തലഫ എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചു, അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്നാണ്. അവർ പരസ്പരം ഭിന്നിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു നടപടി കൈക്കൊള്ളുമായിരുന്നു. ഭിന്നിച്ചു പോയ ബഹുദൈവ വിശ്വാസികളെ ശിക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം കൽപ്പിക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ ഈ കലിമത്ത് മുമ്പേ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നാണ് പറയുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം ഖുർആനിൽ തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഇന്ന യൗമൽ ഫസ്ലി ഖാന മീഖാത, കാര്യങ്ങൾ വ്യക്തമായി തീരുമാനമെടുക്കുന്ന ദിവസം നേരത്തെ കണക്കാക്കി വെച്ച സമയത്ത് തന്നെയായിരിക്കും എന്ന് ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഭിന്നിച്ചവരുടെ കാര്യത്തിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നതൊക്കെ വിചാരണ ചെയ്ത് അവർക്ക് രക്ഷയും ശിക്ഷയും നൽകുന്ന കാര്യം ആ ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.